Dear students, ഇവിടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബൈബാക്ക് ഓഫ് ഷെയർസിന്റെ ജേണൽ എൻട്രി ആണ്, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ആണ്. നമുക്ക് ഓരോ കേസും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് നോക്കാം. കേസ് നമ്പർ 1, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്. കേസ് നമ്പർ 1, ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ബൈബാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് റിസോഴ്സസ് ആവശ്യമാണ്. എവിടെ നിന്നാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്? സോ വി ഹാവ് ഡിഫറെന്റ് ഓപ്ഷൻസ് ഫോർ ബൈബാക്ക്. We can issue fresh shares for getting fund for buyback, or otherwise we can utilize profit, accumulated profit, that is general reserve or any other profits which can be used for the buyback. അപ്പോൾ നമുക്ക് നിലവിലുള്ള പ്രോഫിറ്റ് ഉപയോഗിച്ചോ അതല്ലാതെ പുതിയ ഒരു ഇഷ്യൂ നടത്തിയോ വേണമെങ്കിൽ നമുക്ക് ബൈബാക്ക് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാം. ഓക്കെ, ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇങ്ങനെ ഫ്രഷ് ഇഷ്യൂ ചെയ്യുമ്പം ഒരിക്കലും ദ ഷെയർസ് ഇഷ്യൂഡ് ഫോർ ബൈബാക്ക് മസ്റ്റ് നോട്ട് ബി സെയിം കൈൻഡ്. എന്ന് പറഞ്ഞാൽ ബൈബാക്ക് ചെയ്യുന്ന ഷെയർ തന്നെ വീണ്ടും ഇഷ്യൂ ചെയ്ത് ബൈബാക്ക് നടത്താൻ പാടില്ല. ഉദാഹരണത്തിന് ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്യണമെങ്കിൽ ഇക്വിറ്റി ഷെയർ തന്നെ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. പകരം വേണമെങ്കിൽ നമുക്ക് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാം. ഓക്കെ, ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് ചെയ്യണമെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ഇനി നേരെ തിരിച്ച് പ്രിഫറൻസ് ഷെയർസ് ബൈബാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാം. ഒരിക്കലും പ്രിഫറൻസ് ഷെയർസ് ബൈബാക്ക് ചെയ്യാൻ വേണ്ടി പ്രിഫറൻസ് ഷെയർ തന്നെ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഓക്കെ, ആ ഒരു പോയിന്റ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ജേണൽ എൻട്രി യു ആൾറെഡി സ്റ്റഡീഡ് ഫോർ ദി ഇഷ്യൂ ഓഫ് ഷെയർ. അത് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നാണ്. ആപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, ഫസ്റ്റ് കോൾ, ഫൈനൽ കോൾ അതൊക്കെ നമുക്ക് ചെയ്യാം. അതല്ല, ഒരു ജനറൽ എൻട്രി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ജനറലി വി ക്യാൻ സേ ദാറ്റ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഇനി പ്രിഫറൻസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ പാസ് ജേണൽ എൻട്രി ലൈക്ക് ദിസ്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, നമ്പർ 2, ഫ്രഷ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. ഡിബഞ്ചർ ആണ് ഇനി നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് വിചാരിക്കുക. ബൈബാക്ക് ചെയ്യാൻ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ വാട്ട് വിൽ ബി ദ ജേണൽ എൻട്രി? ജേണൽ എൻട്രി ലൈക്ക് ദിസ്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കുന്നു. ഫ്രഷ് ഇഷ്യൂ ഷെയർ ചെയ്യുന്നു. രണ്ടാമത്തത് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ചെയ്യുന്നു. മൂന്നാമത്തത് നമുക്ക് ബൈബാക്ക് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഓപ്പൺ എ സെപ്പറേറ്റ് അക്കൗണ്ട് ഫോർ ദാറ്റ്. ഒരു പ്രത്യേക അക്കൗണ്ട് അതിന് വേണ്ടി ഓപ്പൺ ചെയ്യണം. അതിന് പറയുന്ന പേര് ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് എന്നാണ്. അത് ഓപ്പൺ ചെയ്യാനുള്ള ജേണൽ എൻട്രി ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ്. ഓക്കെ, ഇനി നാലാമത്തത് നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോഴുള്ള എൻട്രിയാണ്. ബൈബാക്ക് ചെയ്യുമ്പോൾ എൻട്രി നമ്മൾ എന്ത് ചെയ്യണം? ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയും ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണം. ജേണൽ എൻട്രി ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, നറേഷൻ എമൗണ്ട് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫോർ ബൈബാക്ക്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്യുമ്പോൾ ബൈബാക്ക് അക്കൗണ്ട് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റും ചെയ്യണം. ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമത്തത് ക്യാൻസൽ ചെയ്യണം എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇക്വിറ്റി ഷെയർ വാങ്ങിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വെക്കാൻ പാടില്ല. ഡിബഞ്ചർ വേണമെങ്കിൽ വി ക്യാൻ ബൈ ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ഓർ വി ക്യാൻ ബൈ ഫോർ ആസ് ഇൻവെസ്റ്റ്മെന്റ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇക്വിറ്റി ഷെയർ ഓർ ദി ഷെയർസ് we can't buy back shares for investment purpose as per the Companies Act 2013. അങ്ങനെ നമുക്ക് വാങ്ങാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം? വാങ്ങിയ ഷെയറുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ക്യാൻസലേഷൻ എൻട്രി ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് വാങ്ങിയ ഷെയർ ക്യാൻസൽ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ വാങ്ങി വെച്ചു, നേരത്തെ വാങ്ങിയപ്പോൾ നമ്മൾ ഒരു എൻട്രി പാസ് ചെയ്തു, ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു എൻട്രി പാസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് ക്യാൻസൽ ചെയ്യുന്നു. ക്യാൻസൽ ചെയ്യുന്നത് ബൈബാക്ക് പ്രീമിയത്തിലാണോ, പാർ വാല്യൂലാണോ, ഡിസ്കൗണ്ടിലാണോ എന്ന് നോക്കിയിട്ടാണ്. നമുക്ക് ആദ്യത്തെ ഒരു കേസ് നോക്കാം. വൺ ബൈബാക്ക് ഈസ് അറ്റ് പാർ.
പാർ വാല്യൂലാണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദ ജേണൽ എൻട്രി? അപ്പോൾ നമുക്ക് അവിടെ വളരെ ഈസി ആയിട്ടൊരു എൻട്രി ആണ്. ഷെയർ ക്യാപിറ്റൽ ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ട് ഷെയർ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യണം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അഫ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട്. ഇക്വിറ്റി ഷെയർ ബൈബാക്ക് നേരത്തെ ഡെബിറ്റ് ചെയ്തത് ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു. ജേണൽ എൻട്രി ഈസ് ഓവർ. ഓക്കെ, ഇനി അടുത്തതിന് ബി, ബൈബാക്ക് ഈസ് അറ്റ് പ്രീമിയം ആണെങ്കിൽ ചെറിയൊരു വ്യത്യാസം വരും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, നോമിനൽ വാല്യൂ ആണ് അവിടെ എഴുതേണ്ടത്. പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട്. ഇവിടെ പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് ഡെബിറ്റ് ചെയ്യണം. കാരണം ഇവിടെ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ടിൽ വരുന്നത് മൊത്തം എമൗണ്ട് ആണ്, നോമിനൽ വാല്യൂ പ്ലസ് പ്രീമിയം ആണ്. ഇവിടെ ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. 100 രൂപയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 120 രൂപക്കാണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 100 രൂപ, പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് 20 രൂപ, ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് 120 രൂപ. ഇങ്ങനെയാണ് നമ്മൾ എൻട്രി പാസ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ കേസ്, വൺ ബൈബാക്ക് ഈസ് അറ്റ് ഡിസ്കൗണ്ട് ആണെങ്കിൽ ചെറിയ ഒരു വ്യത്യാസം ഇതിൽ വരും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം, ടു ക്യാപിറ്റൽ റിസർവിലേക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇവിടെ ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഷെയർ ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റിനെ ക്യാപിറ്റൽ റിസർവിലേക്കാണ് ഇടേണ്ടത് കൊണ്ട് ക്യാപിറ്റൽ റിസർവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ബൈബാക്ക് ഈസ് അറ്റ് പ്രീമിയം ആണെങ്കിൽ അതെന്താണ്? ഒരിക്കലും പ്രോഫിറ്റ് അല്ല, ലോസ് ആണ്. ക്ലിയർ? പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് ഈസ് എ ലോസ് ഫോർ ദ കമ്പനി. ഡിസ്കൗണ്ടിലാണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ അത് പ്രോഫിറ്റ് ആണ്. അതുകൊണ്ട് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ആറാമത് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ്. ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടാണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ നോ എമൗണ്ട് ഈസ് ടു ബി ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ്. പക്ഷേ നമ്മൾ പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ടാണ് ബൈബാക്ക് നടത്തുന്നതെങ്കിൽ ജനറൽ റിസർവോ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോഫിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബൈബാക്ക് നടത്തുന്നതെങ്കിൽ ആസ് പെർ 16(1) of the Companies Act 2013 we have to transfer the amount equal to the nominal value of the buyback shares to the capital redemption reserve. എത്രയാണോ അതിന് നോമിനൽ വാല്യൂ, ബൈബാക്ക് ചെയ്യുന്ന ഷെയറിന്റെ നോമിനൽ വാല്യൂ എത്രയാണോ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ് എന്ന് പറയുന്ന ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക്, നേരത്തെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റിഡംപ്ഷൻ നടത്തിയപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള അതേ പ്രകാരം തന്നെ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എൻട്രി ഇതാണ്: സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ അല്ലെങ്കിൽ ഫ്രീ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ്. ഓക്കെ, ഇനി ഏഴാമത്തത്, ഈ പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് എന്ന് പറയുന്നത് ലോസ് ആണല്ലോ. നേരത്തെ പറഞ്ഞല്ലോ പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക്. അത് ലോസ് ആയതുകൊണ്ട് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രി ആണ്. സാധാരണ അത് അഡ്ജസ്റ്റ് ചെയ്യുക, ഒന്നുകിൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ നിന്ന് എടുക്കാം, അതല്ലെങ്കിൽ ജനറൽ റിസർവിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഇതിൽ ഏതെങ്കിലും നിന്ന് എടുക്കുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. സോ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക്. അത് ക്യാൻസൽ ചെയ്യുന്ന, അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രി ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എട്ടാമത്തെ എൻട്രി, ഇനി ബൈബാക്ക് എക്സ്പെൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, if there are any buyback expenses, we have to pass an entry like this: buyback expense account after to bank account, പിന്നെ statement of profit or loss account after to buyback expense. ഒന്നാമത്തെ എൻട്രി എക്സ്പെൻസ് കൊടുക്കുമ്പോഴുള്ള എൻട്രി ആണ്. whenever the expense is paid, we have to pass the first entry. The second entry, we have to transfer this amount to the profit or loss account. That is entry 4, transferring the amount to the profit or loss account. So we have to see, we can see a problem for this. ഈ ഒരു പ്രോബ്ലം നമുക്ക് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതൊന്ന് മനസ്സിലാക്കാൻ, ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു പ്രോബ്ലം ഇവിടെ ഡിസ്കഷൻ നടത്താം. P Limited had 2 lakh equity shares of ₹10 each. The company wants to buy back 30,000 equity shares at par. It issued 6%, 3,000 preference shares of ₹100 each. The proceeds being utilized for the purpose of buyback. Expense of buyback amounted to ₹18,000. Give journal entries to record the above transaction. ഇവിടെ നോക്കുക, ഈ പ്രോബ്ലത്തിൽ നിലവിലെ കമ്പനിക്ക്
2 ലക്ഷം ഇക്വിറ്റി ഷെയർസ് ഉണ്ട് 10 രൂപ വെച്ച്. ഓക്കെ, the company wants to buy back 30,000 equity shares at par. 30,000 ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, 30,000 ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് ചെയ്യണമെങ്കിൽ അറ്റ് പാർ ആയതുകൊണ്ട് ഫേസ് വാല്യൂ 10 ആണ്. സോ amount required for buyback is 30,000 into 10. So that is 3 lakhs is the amount required. അത് എവിടെ നിന്ന് എടുക്കണം എന്നാണ് പറയുന്നത് നോക്കുക. രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് നോക്കുക. ഈ ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടി ഇറ്റ് ഇഷ്യൂഡ് 6% 3,000 പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 ഈച്ച്. 3,000 100 രൂപ വിലയുള്ള 3,000 പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ എത്ര എമൗണ്ട് കിട്ടും? 3,000 into 100, so 3 lakh. ഈ എമൗണ്ട് ആണ് എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യേണ്ടത്? ദ പ്രൊസീഡ്സ് ബീങ് യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബൈബാക്ക് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഈ 3 ലക്ഷം ഉപയോഗിച്ചിട്ടാണ് ബൈബാക്ക് നടത്തേണ്ടത്. എക്സ്പെൻസസ് ഓഫ് ബൈബാക്ക് അമൗണ്ട് ₹18,000. 18,000 എക്സ്പെൻസും ആണ്. ഇപ്പൊ ജേണൽ എൻട്രി എന്തൊക്കെ വരിക? ഒന്നാമത് ജേണൽ എൻട്രി ഇഷ്യൂ ചെയ്യുന്ന എൻട്രി ആണ്. ഫസ്റ്റ് ഇഷ്യൂ അല്ലേ നടക്കേണ്ടത്? ഇവിടെ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. അപ്പൊ എന്താ എൻട്രി? ബാങ്ക് അക്കൗണ്ട് അപ് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 3 lakhs അല്ലെ? ഇഷ്യൂഡ് 3,000 പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 ഈച്ച്. ശരിയല്ലേ? ബാങ്ക് അക്കൗണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. അടുത്തത് ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു. ബൈബാക്ക് ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതിനുള്ള ജേണൽ എൻട്രി എന്താണ്? ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് അപ് ടു ബാങ്ക് അക്കൗണ്ട്. എത്ര എമൗണ്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? 3 lakhs അല്ലേ? കാരണം നമുക്ക് ബൈബാക്ക് 3 lakhs ആയതുകൊണ്ട് 3 lakhs അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അടുത്തത് ഇക്വിറ്റി ഷെയർ ബൈബാക്ക്. ഈ ബൈബാക്ക് ചെയ്യുന്ന എൻട്രി ആണ് ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് അപ് ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്. അപ്പൊ നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എമൗണ്ട് കൊടുത്ത് ഇക്വിറ്റി ഷെയർ ബോട്ട് ബാക്ക് ബൈബാക്ക് ചെയ്യുന്നു. ഓക്കെ, അടുത്ത എൻട്രി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ക്യാൻസലേഷൻ എൻട്രി ആണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് 3 lakh. ഇവിടെ പ്രീമിയത്തിലല്ല പാർ വാല്യൂലായതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് എന്ന് മാത്രം മതി. ക്യാൻസൽ ചെയ്തു. അടുത്തത് ഇക്വിറ്റി ഷെയർ ബൈബാക്ക് എക്സ്പെൻസ് ആണ്. സോ ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് അപ്റ്റർ ടു ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട്. ഇതാണ് നമുക്ക് എൻട്രി വേണ്ടത്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയ എൻട്രികളാണ്. നേരത്തെ പഠിച്ച എൻട്രികൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഈ എൻട്രി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അടുത്തൊരു പ്രോബ്ലം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.